പെട്ടെന്ന് പോന്നേ. വാ സാർ, ആരാ ഇദ്ദേഹം? 1-ാം നമ്പർ വില്ലനാ ഗരുഡ, KGF വില്ലൻ. അയാൾ ഫസ്റ്റ് പാർട്ടി മരിച്ചോയില്ല, പിന്നെ ഇതാരായിരിക്കും? ഡോക്ടർ സാറേ, അയാൾ എഴുന്നേറ്റോ? സർ, പേഷ്യന്റ് കോമയിലാണ്. കുഴപ്പമില്ല, ഞങ്ങളെ കണ്ടിട്ട് പോയിക്കോളാം. കോമയിലുള്ളവനോട് ഞങ്ങൾ ചോദ്യം ചെയ്യാതെ ഇവിടുന്ന് പോയില്ല. പേഷ്യന്റ് ബാത്റൂമിലേക്ക് പോയിരിക്കുന്നല്ല പറഞ്ഞത്, പേഷ്യന്റ് കോമയിലേക്ക് പോയിരിക്കുകയാണ്. കോമയിലുള്ള പേഷ്യന്റിന് എപ്പോഴാണ് ബോധം വരിക എന്ന് ഇതുവരെ ഒരു ഡോക്ടറും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ സാറേ, കോമയിലുള്ള ഗരുഡ എഴുന്നേക്കണം. എന്റെ കൈകൊണ്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം. അല്ല, നിങ്ങൾക്ക് കൊല്ലണമെങ്കിൽ ഇപ്പൊ തന്നെ കൊന്നാ പോരെ, പിന്നെ എന്തിനാ ഞങ്ങൾ രക്ഷിക്കുന്ന? അങ്ങനെ പെട്ടെന്നൊന്നും അവൻ ചാവാൻ പാടില്ല ഡോക്ടറെ. അവനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും. ഇവനൊരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ സർ. സ്ത്രീകളുടെ കഴുത്തിലുള്ള ചെയിൻ പൊട്ടിക്കുന്നതാണ് പ്രധാന ജോലി. പോലീസിന്റെ കയ്യിൽ പെട്ടിട്ടുള്ള ഇവൻ പല പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ട ഇവൻ പല ഗെറ്റപ്പുകളിൽ നടന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഇനിയും മോഷ്ടിച്ചുകൊണ്ട് പോലീസുകാരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ഇവന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ 2 സ്ത്രീകളുടെ കഴുത്തിൽ നിന്ന് ചെയിൻ പൊട്ടിക്കുന്നതാണ്. ഇവന്റെ മോഷണം വളരെ വേഗത്തിലായതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് അവന് ഗരുഡ എന്നൊരു പേര് വെച്ചു. അതുമാത്രമല്ലാതെ ഞങ്ങളുടെ ഏരിയയില് ഒരുപാട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മേലുദ്യോഗസ്ഥര് എന്നോട് ദേഷ്യപ്പെട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് എൻകൗണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു. ഈ കാര്യം ഗരുഡൻ എങ്ങനെ അറിഞ്ഞുകൊണ്ട് നാട് വിട്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ ആക്സിഡന്റ് താഴെ വീണത്. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒന്ന് പെട്ടെന്ന് അവനെ റിക്കവർ ആക്കി എടുക്കണം ഡോക്ടർ. അവൻ റിക്കവർ ആയതിനു ശേഷം എനിക്ക് ഇൻഫോം ചെയ്യൂ, ഞാൻ വന്ന് കണ്ടോളാം. ഡോക്ടർ മകേഷ്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് കോമയിലാണ്. അവന്റെ ജാതകം ടെസ്റ്റ് ചെയ്തു. നാട്ടിലെ മുഴുവൻ ദാരിദ്ര്യം അവന്റെ അടുത്താ ഉള്ളത്. ഇപ്പോൾ അതിൽ വെച്ച് നമ്മുടെ ഹോസ്പിറ്റലില് അവന്റെ ജാതകത്തിന് ചേർന്ന ജാതകം നിന്റേത് മാത്രമാണ്. അപ്പൊ എന്റെ ജാതകവും? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അത് എന്തെന്നെ ദാരിദ്ര്യം പിടിച്ച ജാതകം തന്നെ ആയാലും അതെല്ലാം ഓടിച്ചിട്ട് നല്ല ചെയ്തതാണ് നിന്റെ ജാതകം. സോ അതുകൊണ്ട് ആ പേഷ്യന്റിനെ നീ വേണം ഹാൻഡിൽ ചെയ്യാൻ. 1008 ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കുന്ന പേഷ്യൻസിനെക്കാളും ഇവനെ പോലെ കോമയിലുള്ള പേഷ്യൻസ് ആണ് നല്ലത്. നീ എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ. സർ, ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ്. ഇങ്ങനത്തെ കേസസിനോട് എനിക്ക് ഇച്ചിരി ക്യൂരിയോസിറ്റി കൂടുതലാ ടു ലുക്ക് ആഫ്റ്റർ. എനിക്കറിയാം, നിന്റെ ജാതകത്തിൽ ഇപ്പൊ ഗുരുവാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ചാലഞ്ചിങ് ടാസ്ക് ഏറ്റെടുത്ത് നീ അതിൽ തീർച്ചയായും വിജയിച്ചേ തീരൂ. ഇവന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കാനായിട്ട് ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആ ഗരുഡനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നിട്ട് ആ കേസ് എടുത്ത് ഇവന്റെ തലയിലിട്ടാ ഇവൻ പുറത്തു പോവും. ഇവനെ ഒന്നും ജീവനോട് വെച്ചേക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇവനെ കൊന്നേനെ. നമ്മൾ എന്തിനാ പാപം ചെയ്യുന്നത്? എന്തെങ്കിലും ആവട്ടെ. ഗരുഡ, ഈ ഗരുഡ അങ്ങനെ ഒരിടത്ത് അടങ്ങിക്കിടക്കുന്ന ആളെയല്ല. ഞാൻ തന്നെ ആക്സിഡന്റ് ഉണ്ടാക്കി സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ അഭിനയിച്ച് പോലീസുകാർ വിലങ്ങി വെക്കുന്ന സ്ഥലത്ത് ട്രിപ്പിട്ട് അവരെ കളിപ്പിച്ചു. ഈ പോലീസുകാർക്ക് എന്നെ പിടിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് എന്നെ എൻകൗണ്ടർ ചെയ്യാൻ ഓർഡർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ആ മണ്ടൻ ഡോക്ടർ ഞാൻ കോമയിലാണെന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ആവട്ടെ. ആ മണ്ടൻ കൊണാപ്പി ഇൻസ്പെക്ടർക്ക് ട്രാൻസ്ഫർ ആകുന്നത് വരെ ഞാൻ കോമയിലാണെന്നുള്ള രീതിയിൽ അഭിനയിച്ചങ്ങ് മരിക്കാം. ഞാൻ ജയിക്കുവോ അവൻ ജയിക്കുവോ എന്ന് നമുക്ക് കണ്ടറിയാം. ദി ഗെയിം സ്റ്റാർട്ട്സ് നൗ.